അപ്പോൾ ഒരു ക്ഷേത്ര സമിതിയിൽ നിന്ന് ഇങ്ങനൊരു തുക മേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം അൻസിബ് ഉയർത്തിയ പുറത്തു നിന്ന് ഉയർത്തിയ ഒരു വലിയ ആരോപണം. ശരിക്കും അതിനോട് യോജിക്കുന്നു. അല്ല, ഞാൻ ഈ അൻസിബ അല്ലാതെ വേറെ ഒരാളും ആ മീറ്റിങ്ങിലുള്ളവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. ചോദിച്ചവരുണ്ട്. ഇപ്പം എൻ്റെ അറിവിൽ അത് പിന്നെ കുക്കു പരമേശ്വരൻ അതിനെതിരായിരുന്നു, റോണി അതിനെതിരായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അറിയില്ല ഇൻസൈഡ്. പക്ഷേ ആ റോണിയുടെ പേരും കുക്കുവിൻ്റെ പേരും അല്ലല്ലോ വരുന്നത്. ഒരിക്കലും അൻസിബയുടെ പേര് വരുന്നത് എന്തുകൊണ്ടാണ്? പുറത്തു പോയി പറയുന്നുണ്ടാകും. അല്ല, പുറത്തു പോയി പറയുന്നുണ്ടല്ലോ. അൻസിബ എന്നുള്ള ഈ അൻസിബ ഏത് മതത്തിൻ്റെ പിന്നിലാണോ അൻസിബ സഞ്ചരിക്കുന്നത് ആ പേരുള്ളതുകൊണ്ടാണ് അൻസിബയുടെ പേര് മാത്രം വെളിയിൽ വരുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യം, അതെ, ക്ഷേത്രത്തിൽ നിന്ന് പണം കൊണ്ടുവരുന്ന അൻസിബ എതിർത്തു. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹി പറയുന്നുണ്ട്, ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികളിൽ അമ്മയിലെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ ഈ അൻസിബ അടക്കം പങ്കെടുത്തു. അമ്മയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പൈസ കൊടുക്കാൻ ബില്ലിങ്ങാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇനിയും ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളിൽ അമ്മയിലെ മെമ്പർമാരുടെ സാന്നിധ്യം ഉണ്ടാവണം. വേണ്ടെങ്കിൽ വേണ്ടെന്ന് ഒരു എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ച് അപ്പോഴത് മാറ്റിവെക്കണം. അതെ, എക്സിക്യൂട്ടീവ് സ്ട്രോങ് ആയി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം എക്സിക്യൂട്ടീവ് ആയിരുന്നതിനെ കോർട്ടിൽ പോകേണ്ടത്.